ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ മലക്കം മറിഞ്ഞ വി.ഡി. സതീശൻ കടകംപള്ളിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന വി.ഡി. സതീശൻ തിരുവനന്തപുരം 3ാം സബ് കോടതിയിൽ കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് വി.ഡി. സതീശൻ നിലപാട് മാറ്റിയത്. എന്നാൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നായിരുന്നു സതീശന്റെ രാവിലത്തെ പ്രതികരണം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്നും സ്വർണം ഏത് വ്യാപാരിക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ ആരോപണം. തെളിവുകൾ ഹാജരാക്കാമെന്നും വി.ഡി. സതീശൻ വെല്ലുവിളിച്ചു. ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും. അപ്പൊ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ള തെളിവുകളുണ്ട്. എന്നാൽ ആരോപണമുന്നയിച്ച് 106 ദിവസങ്ങൾ പിന്നിട്ടിട്ടും തെളിവുകൾ പുറത്തുവിടാനോ കോടതിയിൽ ഹാജരാക്കാനോ വി.ഡി. സതീശന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ നിലപാടിൽ നിന്ന് വി.ഡി. സതീശൻ മലക്കം മറിഞ്ഞത്. കടകംപള്ളി സ്വർണം എടുത്തെന്നോ കേസിൽ പങ്കുണ്ടെന്നോ താൻ പറഞ്ഞിട്ടില്ല. ആ കാലത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് പറഞ്ഞത് സ്വന്തം അഭിപ്രായമല്ല, പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമാണെന്നും സതീശന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. തിരുവനന്തപുരം 3ാം സബ് കോടതിയാണ് കേസിൽ വാദം കേൾക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡുകളുടെ മേൽ അധികാരമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ വ്യക്തമാക്കി. ദേവസ്വം ബോർഡുകളുടെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. അങ്ങനെയിരിക്കെ ദേവസ്വം മന്ത്രി സ്വർണം മോഷ്ടിച്ചെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കഴിയുമെന്നും കടകംപള്ളി ചോദിച്ചു. പിന്നാലെയാണ് വി.ഡി. സതീശൻ മറുപടി വാദങ്ങൾ ഉന്നയിച്ചത്. സതീശന്റെ വാദം പൂർത്തിയായിട്ടില്ല. തുടർവാദം കേൾക്കുന്നതിനായി കേസ് ഈ മാസം 27ലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.